ഹലോ, ഞാൻ 2 ദിവസം മുന്നേ ഒരു വീഡിയോ ഉണ്ട്. ഒരു കപ്പിള് ഒരു വളരെ നല്ലൊരു സാധനം, വളരെ യൂസ്ഫുൾ ആയിട്ടൊരു പ്രൊഡക്റ്റ് അവർ കാണിക്കുവാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ലോങ് ഡ്രൈവൊക്കെ പോകുന്ന സമയത്ത് ബാക്ക് സീറ്റിലിരിക്കുന്ന ആൾക്ക് ക്ഷീണം തോന്നുകയാണ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് കിടന്നുറങ്ങാൻ പാകത്തിന് ബലൂൺ പോലത്തെ, അതായത് കാറ്റ് ഊതി വീർപ്പിച്ച് കിടക്കാൻ പാകത്തിനുള്ള കിടക്കാം. ലോങ് ഡ്രൈവ് ആകുമ്പോൾ ബാക്കിലിരിക്കുന്ന ആൾക്ക് ബോറടിക്കുമല്ലോ. ഇപ്പോൾ അതിലിപ്പോൾ ഒരു അമ്മയും കുഞ്ഞായിട്ട് ഇരിക്കുകയാണെങ്കിലും എത്ര നേരം ഇപ്പോൾ കുഞ്ഞിന് ഉറങ്ങണം എന്നുണ്ടാവും. അപ്പോൾ അവർക്ക് ഈ ബെഡ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞാണ് അത് കാണിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ വിചാരിക്കാറ്, നമ്മുടെ നാട്ടിലൊരു രീതി എന്ന് വെച്ചാൽ നമ്മൾ കുറേ പാശ്ചാത്യ നാടുകളിലെ കാര്യങ്ങൾ കോപ്പി അടിക്കും. ഈ ക്യാമ്പിങ്ങും അല്ലെങ്കിൽ കാരവാൻ സെറ്റപ്പ് ഇതൊക്കെ ഒരുമാതിരി എനിക്ക് എൻ്റെ ഒരു അറിവ് വെച്ചിട്ടോ, എനിക്കതിന് വലിയ മഹത്തായ അറിവൊന്നുമില്ല, ഞാൻ കാണുന്ന കാര്യം പറയുന്നത്. നമ്മൾ ഇവിടെ നിന്ന് പാശ്ചാത്യ നാടുകളിൽ നിന്ന് കോപ്പി അടിക്കുന്നതാണ്. ഈ പാശ്ചാത്യ നാടുകളിൽ അവർ ലോങ് ഡ്രൈവ് പോവുകയാണെങ്കിലും അല്ലെങ്കിൽ ക്യാമ്പിങ്ങിന് പോകുന്ന സമയത്തൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ, വണ്ടി റോഡിൽ ഓടുകയാണെങ്കിൽ അതിനുള്ളിലിരിക്കുന്ന ആൾക്കാർ ഉറപ്പായിട്ടും സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കണം. അതായത് ഇപ്പോൾ നമ്മൾ കിടക്കുകയാണ്, ഇവർ കിടക്കില്ല. ഇപ്പോൾ കാരവാൻ റോഡിലൂടെ ഓടുന്ന സമയത്ത് ഒരിക്കലും ഇവർ കിടക്കില്ല. അതുപോലെ ഇവിടെ കാറിലാണെങ്കിലും ബാക്കിലിരിക്കുന്നവർ ഒരിക്കലും കിടന്നുറങ്ങില്ല. അവർ ഇരുന്നുറങ്ങുമായിരിക്കും, കിടന്നുറങ്ങില്ല. കാരണം എന്താ വെച്ചാൽ, കിടന്നുറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സീറ്റ് ബെൽറ്റ് ഇടാൻ പറ്റത്തില്ല. ഈ സീറ്റ് ബെൽറ്റ് എന്ന് പറയുന്നൊരു സംഭവം നമ്മളിപ്പോഴും നമ്മുടെ നാട്ടിൽ അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. നമ്മൾ അത് തരുന്ന ഒരു അൺകംഫർട്ടിനെ പറ്റിയാണ് നമ്മൾ ബോധേഡാവുന്നത്. ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, നമ്മുടെ വീട്ടിലൊരു വണ്ടി വാങ്ങിച്ചു 2015 നമ്മൾ പോളോ ആണ് വാങ്ങിച്ചത്, ഫോവേൻ്റെ പോളോ. അപ്പോൾ നമ്മൾ എന്നിട്ട് അത് അപ്പോൾസറി ചെയ്യാൻ കൊടുത്തു. ഈ അപ്പോൾസറി ചെയ്ത ചേട്ടൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ബാക്ക് സീറ്റിലെ സീറ്റ് ബെൽറ്റ് ഉള്ളി വെച്ച് ഈ കവറിട്ട് തന്നു. ഇവിടെയൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് വണ്ടിയിലായിക്കോട്ടെ, വണ്ടിയുടെ ഉള്ളിൽ കയറി ഇരുന്നിട്ട് വണ്ടി ഓടാൻ തുടങ്ങി കഴിഞ്ഞാൽ ഏത് സീറ്റിൽ ഏതെങ്കിലും എവിടെ ഫ്രണ്ടിലോ ബാക്കിലോ എവിടെ ആയിക്കോട്ടെ, ആരെങ്കിലും ഒരാൾ സീറ്റ് ബെൽറ്റ് ഇടാണ്ടിരുന്നത് ഈ വണ്ടി ബീപ്പ് ചെയ്യാൻ തുടങ്ങും. എനിക്കറിയില്ല നമ്മുടെ നാട്ടിലെ ഇങ്ങനെ ഹൈ എൻഡ് വണ്ടികൾ ഇങ്ങനത്തെ ഫീച്ചർ ഉണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ ഹൈ എൻഡ് വണ്ടി നാട്ടിലൊന്നും കയറിയിട്ടില്ല, വണ്ടീൻ്റെ ഉള്ളിൽ കേട്ടോ. അപ്പം അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. അപ്പം ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു, നമ്മുടെ നാട്ടിൽ ഇപ്പം കുറച്ച് ദിവസം മുന്നേ നമ്മുടെ പത്തനംതിട്ട കളക്ടർ ഒരു ആക്സിഡൻറ്റ് പറ്റി. പുള്ളിക്ക് ഒരു പോറൽ പോലും അതായത് വണ്ടി തലകുത്തി പറഞ്ഞിട്ട് പോലും പുള്ളിക്ക് ഒരു കുഴപ്പവും സംഭവിച്ചില്ല. അതിൻ്റെ കാരണം പുള്ളി സീറ്റ് ബെൽറ്റ് ഇട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രായം കുറഞ്ഞൊരു കുഞ്ഞാവ അവയവദാതാവ് ഉണ്ടായി, ഒരു കുഞ്ഞാവ. ആ കുഞ്ഞാവ അതാവാൻ കാരണം അത് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. സോ ബി കെയർഫുൾ. ഇങ്ങനത്തെ ബെഡൊക്കെ വാങ്ങിച്ച് വണ്ടിയുടെ ഉള്ളിൽ കിടന്നിട്ട് വണ്ടി ഓടുന്ന സമയത്ത് ഓടാനല്ല കേട്ടോ, വണ്ടി നിർത്തി എവിടെയെങ്കിലും ഇടുമ്പോൾ അപ്പം കിടന്നുറങ്ങാനുള്ളതാണ് ഈ ബെഡ്. അല്ലാണ്ട് ഒരു കാരണവശാലും വണ്ടി ഓടുന്ന സമയത്ത് ബെഡ് ഇട്ട് പുറകെ കിടന്ന് ഉറങ്ങരുത്.